നല്ല ടേസ്റ്റാണ്. യാത്ര എന്നുള്ളത് ഒരു വെള്ളം പോലെ. ഉമ്മയുണ്ട് എന്നാൽ ഉമ്മയില്ല, ഉപ്പയുണ്ടോ ഉപ്പയുണ്ട് പേരിന് മാത്രം. ഞാൻ കയറുമ്പോ ഒരു ഫോട്ടോ എടുക്കൽ കൊണ്ട് ദീനിന് അല്ലെങ്കിൽ നിങ്ങളെ ചാനലിൽ ഒരു ഹൈറുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു റാഹത്തായിരിക്കും തങ്ങള്. തീർച്ചയായും അസറിന്റെ ശേഷം അവരെ നിർബന്ധമായിട്ടും കൽപ്പിക്കണമെന്നാണ്. സാധാരണ മറ്റൊരു തിങ്ങാനോ പോലെ 10 കഴിഞ്ഞ് വിടുന്ന സ്വഭാവമല്ല. ജോലിയിൽ കയറുന്നവരെ എല്ലാവർക്കും ആവശ്യമായ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്കൂളാണ്. 58 ഏക്കറിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SR മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് നല്ലൊരു കിടിലൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒപ്പം ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് ഉണ്ട് കൊണ്ടങ്കേരി, അതുപോലെ അകത്തൂരിലെ ഫാദിൽ ഉസ്താദ് ഉണ്ട്, ചോക്കരനിലുള്ള ഫാദിൽ ഉസ്താദ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് കാസർഗോഡിലുള്ള ജാമിയ സഅദിയിലേക്കാണ്. പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് പറയും. ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ മുഹഖിഖ് കോട്ടൂർ ഉസ്താദിന്റെ ശിഷ്യ സംഗമമാണ് ഈ വരുന്ന മാർച്ച് 4, 5, 6 തീയതികളിൽ ഉസ്താദിന്റെ 60ാം വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ പ്രചരണാർത്ഥം സ്റ്റാർട്ടിംഗ് ആണ് സഅദിയിൽ വെച്ചിട്ട്. അപ്പൊ കർണാടകയിലെ എല്ലാ ശിഷ്യന്മാരും സംഗമിച്ചുകൊണ്ടുള്ള ഒരു സംഗമം കൂടെ കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും കർണാടക അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സഅദിയിലേക്ക് നമ്മളൊക്കെ പുറപ്പെടുന്നത്. അതെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന 1-2 കാഴ്ചകൾ കാണിക്കുന്നതായിരിക്കും. അതിന് പുറമെ സഅദിയുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പൊ സഅദിന്റെ വീഡിയോ ഇതിന്റെ നേരെ പിറകിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരും കാണുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഫക്കീർ ബാവ തങ്ങളുടെ മേക്കയിലുള്ള ദർഗയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു യാത്രയുടെ തുടക്കം കുറിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ഫാദിൽ ഉസ്താദിന്റെ വണ്ടിയിലാണ് പോകുന്നത്. എല്ലാവരും വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലത്. അപ്പോൾ എല്ലാവരും കൂടി വെറുതെ വണ്ടി എടുത്തിട്ട് വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതിയിട്ട് ഒരു വണ്ടിയിൽ നമ്മൾ 5 ആൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ എത്തിപ്പെടും. അപ്പോൾ നമ്മൾ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. വരുന്നവർക്ക് മടിക്കേരി ടൗൺ ടച്ച് ആവാത്ത ഒരു വഴിയുണ്ട്. തെലുങ്ക് മേക്കേരി മക്കാമ താഴത്തോട്ട് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് റോഡുണ്ട്. അത് നേരെ പോയി താഴത്തുമലെത്തും. ഏകദേശം 5-6 കിലോമീറ്റർ സേവ് വാങ്ങി കാറ്റും കയറി പോകുമ്പോൾ ഇല്ലാതെ നേരെ മംഗലാർ റോഡ് ഹൈവേക്ക് യാത്ര പുറപ്പെടുന്ന സമയത്ത് വാഹനത്തിൽ കയറിയാൽ ദിക്ർ ചെല്ലണം എന്നുള്ള എല്ലാ ആളുകൾക്കും അറിയാം. പലപ്പോഴും നമ്മളത് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഒരു പുതിയ അറിവായിട്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു ഫാദിൽ ഉസ്താദ് ആ ദിക്റിന് നേതൃത്വം കൊടുക്കും. പറയും സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഉറക്കം വരാതിരിക്കാൻ ഓരോരോ എള്ളുണ്ട് നമ്മളെ പണ്ടത്തെ. അല്ല സാർ, അവരൊന്ന് കഴിക്കാം. അത് കഴിച്ചു നോക്കട്ടെ. കടിച്ചു വണ്ടി തൽക്കാലം ഞാൻ എടുക്കാൻ പോകട്ടോ. തബ്ശീർ ഫാദിൽ ഉസ്താദ് മാറിയിട്ടുണ്ട്. ടർക്കിരുതോ ഭയങ്കര കുയ്യായി പോയാന്ന്. അപ്പൊ ചുരം ഇറങ്ങുന്നവരെ നമുക്ക് ചെറിയ പ്രയാസം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചുരം തൽക്കാലം ഞാൻ ഓട്ടി. ഇനി നമ്മള് വണ്ടി കൈമാറാൻ പോവാണ്. നമ്മള് സൈനി ഉസ്താദാണ് വണ്ടി എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. വണ്ടി കൈമാറേട്ടാ. സൈനി ഉസ്താദിനെ പറപ്പിക്കാൻ പോവാണ്. ഇനി കുറഞ്ഞ സമയമുള്ളൂ. ഇവരെണ്ടാള് ബാക്കിലിരുന്ന് മുതലാളിമാരും നമ്മളെ ഡ്രൈവർമാരായിട്ടുണ്ട്. അതന്നെ. നമ്മൾ ഏകദേശം സുള്ളി എത്തിയല്ലേ ഉസ്താദ്? ഏകദേശം ഇപ്പൊ സുള്ളി ടൗണിലാണുള്ളത്. ഏകദേശം അല്ല, സുള്ളി ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോ കുഴപ്പമില്ല, ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. കൊടക് വിട്ട് കഴിഞ്ഞപ്പോ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഇടേണ്ടതിലും തോന്നുന്നുണ്ട്. മൈലേജ് ഡ്രോപ്സ് ആവാതിരിക്കാൻ വേണ്ടിട്ട് AC ഒന്നും ഇട്ടിട്ടില്ല നമ്മള്. പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ സാധാരണ കാണുന്ന അറിയുന്ന സ്ഥലങ്ങളായതുകൊണ്ടാണ് നമ്മളിതൊന്നും കൂടുതലായിട്ട് കാണിക്കാത്ത കേട്ടോ. കൈച്ചാർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.
ഒരു ചായ കുടിക്കാന്നുള്ള തീരുമാനത്തിൽ ടീച്ചാറിൽ വന്നിറങ്ങി ഫുഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓണറാണ് ഫുഡ് പോയിന്റ്. ഇൻഷാല്ലാ നല്ല സുഭിക്ഷമായ ഭക്ഷണമൊക്കെ ഇവിടെ വന്ന് കിട്ടും കേട്ടോ. നമ്മളെ ബഹുമാനപ്പെട്ട സീനി ഉസ്താദ് ആദ്യം ജോലി ചെയ്ത നാടാണ്. അപ്പോൾ ലേറ്റ് ആയിട്ട് നമ്മളൊക്കെ ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ഇനി ഇവിടുന്ന് യാത്ര ഇരിക്കുകയാണ് ഇൻഷാല്ലാ. നമ്മൾ വണ്ടി ഇവിടെ തൽക്കാലം സൈഡാക്കിയതാണ്. അപ്പോൾ ഞാൻ കയറാൻ വേണ്ടി പോവാണ്. സുബൈർ ഫാദിൽ ഉസ്താദ് എല്ലാവർക്കും ഓരോരോ ഐസ്ക്രീം, നമുക്ക് അതിന്റെ പേരൊന്നും അറിയില്ല, ഏതായാലും മൂപ്പര് ആദ്യമായിട്ട് തന്നാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കുറെ നേരം വെക്കാമല്ലോ വെച്ച പോലെ. നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാനും ഓപ്പൺ ചെയ്ത് തിന്നാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന് മുമ്പ് ഇവര് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? യാത്രയില് നമുക്ക് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ. കുട്ടികളെ യാത്രക്കിടയിൽ ഇവിടെ ഒരു തൂക്കുപാലുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാൻ എല്ലാവരും ഒന്ന് പ്ലാൻ ഇട്ട്. അപ്പൊ അങ്ങനെ ഇറങ്ങാണ്. പഞ്ചഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പൊ പോകുന്നതിന്റെ അടുത്ത് തന്നെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു തൂക്കുപാലുണ്ട്. പഞ്ചഗൽ എന്നാണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ജസ്റ്റ് നമ്മളതൊന്ന് കാണാന്നുള്ള ഉദ്ദേശത്തിൽ അതിന്റെ അടുത്തേക്ക് ഒന്ന് പോവാണ്. അപ്പൊ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോ യാത്രയിൽ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുപ്പിലത്തുള്ള റഫീഖ് നിസാമി ഉസ്താദ് ഇവിടുന്ന് കയറിയതാണ് നമ്മളപ്പോ. ഉസ്താദ് ഇവിടെ ജോലിയിലാണ് കേട്ടോ. റാഹത്തനല്ലേ? കൊടുകല്ലം വിട്ട് സുല്യത്ത് ജോലിയിൽ നിന്നപ്പോ എന്താണ് അനുഭവം? റാഹത്താണ്. ഈ ഭാഗത്ത് നല്ല മനുഷ്യന്മാർ, അതല്ലേ, ആളുകളൊക്കെ നല്ല നല്ല പ്രതികരണമാണ്. ഉസ്താദിന്റെ പരിചയം കൂടി ഉള്ളത് കൊണ്ട് ഈ ഒരു പാലം കണ്ടുപോകാന്നുള്ള ഉദ്ദേശത്തിലാണ്. എങ്ങനെയുണ്ട് വാദിസ്? അടിപൊളിയുണ്ട്. യാത്രക്കിടയിൽ തൂക്കുപാലം കണ്ടപ്പോ ഒന്ന് കാണാന്ന് വിചാരിച്ചല്ലേ? ഇതുപോലെ ഇങ്ങനത്തെ യാത്ര ചെയ്തിട്ടില്ല. അതന്നെ അതന്നെ. കുലുക്കം കൂടുതൽ ഇതിന് ഉണ്ടോന്നൊരു സംശയമുണ്ട് അല്ലെ? ജൈനിസ്ത കുറച്ച് തടി കൂടുതലായതുണ്ടാവുന്നു. നല്ല ഇളക്കുണ്ട്. എങ്ങനെയുണ്ട് തൂക്കുപാലത്തിലുള്ള നടത്തം? അല്ലെ, മനസ്സിനൊരു കുളിർമണ്ടല്ലേ? രണ്ട് സൈഡ് പോയും കൂടിയുണ്ട്. ഭയമുണ്ടോ? ആ ഒരു ഓർമ്മ ഉണ്ടല്ലേ? അപ്പൊ പോയാലൊന്നും വെള്ളമില്ല കേട്ടോ. വെള്ളം അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട്. കാരണം വേനലാണല്ലോ, അതിശക്തമായ വേനൽ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് കുറവാണ്. എന്നാലും മോശമല്ല, അതിമനോഹരമാണ്. നമുക്ക് സമയമില്ല, സമയം ഉണ്ടെങ്കിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ പോയിരുന്നല്ലേ? സുബൈർസ്ഥാനെ കുളിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ മൂപ്പരിപ്പോ വേണ്ടാന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ ഒരു അത്യാവശ്യം നമ്മൾ കുറെ ഇങ്ങോട്ട് നടന്നു വന്നാട്ടോ. അതിനും ഒരുപാട് അങ്ങോട്ട് നടക്കാണ്ട്. പക്ഷെ നമുക്ക് വൈകുമല്ലേ? അതെ, സമയം കുറവുണ്ട്. പിന്നെ നമുക്ക് അവിടെ പരിപാടിക്ക് എത്തണം. അതല്ലേ, എപ്പോഴും കിട്ടാത്ത മുതലാണ് കേട്ടോ. കണ്ടോളി, അതായത് യാത്ര എന്നുള്ളത് ആസ്വദിക്കണം. ഒരു വെള്ളം പോലെ. ഈ പുഴ കണ്ടപ്പോൾ കെട്ടി നിൽക്കുന്ന തെളിഞ്ഞ വെള്ളം നോക്കി. തീർച്ചയായിട്ടും യാത്ര ചെയ്യുന്ന വെള്ളം എപ്പോഴും. ഇവിടെ ഒരാളെ സെൽഫി എടുക്കുന്ന തിരക്കിലാണ് അബ്ശീർ ഫാദിൽ ഉസ്താദ്. അപ്പൊ നമ്മൾ കൂടുതൽ നിന്നിട്ട് ഇവിടെ സമയം കളയുന്നില്ല. നമ്മൾ പോകണം. അതെ, കുളിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സാഹചര്യം വെക്കുന്നില്ല. നല്ല തെളിഞ്ഞ വെള്ളം. തീർച്ചയായിട്ടും കുറച്ച് കണ്ട് ഇനിയിപ്പോ റിട്ടേൺ തിരിക്കാണ് കേട്ടോ. കൂടുതലൊന്നും കാണിക്കല്ല, സാധാരണയുള്ള തൂക്കുപാലത്തിന്റെ അതേ ഒരു ശൈലിയാണ്. പക്ഷെ ഇതിന് ചെറിയൊരു ആട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. അല്ല, നല്ലൊരു ആട്ടുണ്ട്. നമ്മളെ ഗുഡസൂര്യ അവിടുത്തെ ഇതുണ്ടല്ലോ, അതങ്ങനെ വല്ലാതൊരു ആട്ടൊന്നുമില്ല. പക്ഷെ ഇതിന് ഗേജ് ഉണ്ട് നിങ്ങള്, ഭയങ്കര അതിശക്തമായ ഗേജാണ് കേട്ടോ. നമ്മളെ ഇലക്ട്രിക് കമ്പിന്റെ ആ ഒരു അത് തന്നെയാണ് സംഭവം. അതേ മെറ്റീരിയലാണ്, പക്ഷെ നല്ല കനത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നടന്ന് തിരിച്ച് എത്തിയട്ടോ. എന്താ ഇതിലേ പോകുന്നത്? കയറാൻ വേണ്ടിയില്ല. അവർ അയിക്കൂടെ വരാം കേട്ടോ. ഞാനിതിലെ കയറാണ്. അവർ അയിക്കൂടെ വരുമ്പോഴത്തേന് ഞാനിതിലെ ഷോർട്ട് വൈക്ക് കയറി. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയട്ടാ. ഒരു അയിക്കൂടെ ചുറ്റിട്ടാണൊന്ന് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. ജൈനിസ്ത ഇപ്പോൾ രണ്ടാട്ടം ഫോട്ടോ ഒക്കെ പിടിച്ചതാ, വരുന്നേ ഉള്ളൂ. ഒരു ഇടവേളക്ക് ശേഷം നമ്മൾ വീണ്ടും അവിടെ വണ്ടി എടുത്തേട്ടാ. രണ്ട് സൈഡിലും നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. കാരണം ഈ ഭാഗത്ത് അധികവും മറ്റേ കവുങ്ങ് തൈകളാണ് അധികവും. ഏകദേശം കൊടുക് പോലെ തന്നെ കേട്ടോ, നല്ല പച്ചപ്പാണ് രണ്ട് സൈഡിലും. ഖലീൽ സ്വലാ എന്ന് പറയുന്ന സ്ഥാപനമാണ് കേട്ടോ. ഒരുപാട് കൊടുക്കുന്നുള്ള മക്കളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോ ആ ഒരു സ്ഥാപനമാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ അറിയോ? നമ്മുടെ ഈ ബോവിക്കൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഏകദേശം ചെർക്കള ടൗണിലാണ്. ഇവിടുന്ന് ചട്ടഞ്ചാല് വഴിയാണ് നമുക്ക് നേരെ സൗദിയിലേക്ക് പിടിക്കാനുള്ളത്. അപ്പൊ ഇനി നേരെ ഇവിടുന്ന് ലെഫ്റ്റേക്ക് പിടിച്ച ചട്ടഞ്ചാലാണ്. ഇവിടെ വഴി അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൊടുക്കുന്ന വരുന്ന ആൾക്കാർക്ക് ഇത് ഒരു ഷോർട്ട് വഴിയാണ് കേട്ടോ. ഈ റൂട്ട് പിടിക്കലായിരിക്കും ഏറ്റവും ഉത്തമം. മറ്റേ നമ്മൾ ടൗണ് കാസർഗോഡ് ടൗണ് ടച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല.
ചെർക്കളം വന്ന് അവിടുന്ന് ചട്ടഞ്ചാല് വഴി പോവുകയാണെങ്കിൽ വളരെ ഷോർട്ടാണ്, എത്രയോ കിലോമീറ്റർ അടുത്താണ്. യാത്ര ചെയ്ത് ഏകദേശം 2.5 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം സൗദിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സൗദിയുടെ കവാടം കയറിയിട്ടുണ്ട്. കയറി വരുമ്പോൾ കിട്ടുന്ന കവാടമാണ് ഈ കാണുന്നത്. ഏകദേശം സ്ഥാപനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. സ്ഥാപനത്തിന്റെ മറ്റുള്ള വിശദമായ കാഴ്ചകളും വീഡിയോസൊക്കെ ഇൻഷാല്ലാഹിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ സ്വിഫ്റ്റ് എടുത്താൽ മതി. ഈ വണ്ടിയിൽ വന്നിട്ട് ഇതാണ് നമ്മളെ ഷാഫി. തടിയച്ചല്ല മോനെ. അങ്ങനെ ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മളെ ഷാഫി നമ്മൾ കണ്ടുമുട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ അയൽവാസിയാണ്, നമ്മളെ ചെറുപ്പം മുതലേ എടുത്ത് വളർത്തിയൊരു ചെക്കനും കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സൗദിയിൽ മാഷാ അല്ലാ. അപ്പോൾ നമുക്ക് സൗദിൻ്റെ മറ്റുള്ള വീഡിയോസും കാഴ്ചകളൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാനുള്ള ജസ്റ്റ് പ്ലേ ചെയ്യുന്ന തുടങ്ങിക്കോളി. ഭക്ഷണം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നമുക്ക് സ്ഥാപനത്തിൻ്റെ പരിസരം ഒന്ന് ജസ്റ്റ് കാണണം. പിന്നെ സ്ഥാപനത്തിൻ്റെ ഒരുപാട് വിഷയങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാനുണ്ട്. ഇത് സാദിയ പള്ളിയുടെ ഹൗളാണ്. അപ്പോൾ നമ്മൾ മതമെടുക്കലൊക്കെ കഴിഞ്ഞു ഇനി നേരെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കാം. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ബഹുമാനപ്പെട്ട എമ്മിസ്ഥാൻ്റെ മക്ബർ ഇവിടെ ഉള്ളത് കൊണ്ട് ഇതൊന്ന് സിയാറത്ത് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي الله واللي عجز معك معذور. അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പോയത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെ ദർഗയിലേക്കാണ്. എം എ ഉസ്താദിനെ പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ കർണാടകയിലൊക്കെ കാണുന്ന ഈ ഒരു മദ്രസയുടെ സിസ്റ്റം കൊണ്ടുവന്നത് തന്നെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദാണ്. ഉസ്താദിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ സമുച്ചയമാണ് ഈ കാണുന്നത് മുഴുവനും. അപ്പോൾ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ നാഫിയ ഇൽമ തന്ന അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ സ്ഥാപനവും അതിൻ്റെ മറ്റുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണണം. ഇവിടെ നമ്മളെ കൂട്ടുകാരനെ ഷാഫി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാഫിനൊന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോവാം. എന്താ വിശേഷം? റാത്തല്ലേ? നേരത്തെ തിരക്കിനിടയിൽ നേരം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഷാഫി എടുത്ത സ്റ്റാഫാണ് ഇവിടെ നമുക്ക് സംസാരിക്കാവുന്ന പ്രിൻസിപ്പാളാണ് എടുത്തത്. ഇൻഷാ നമ്മുടെ സാരിയത്തെ ഒരു പ്രിൻസിപ്പാളാണ്, ഉസ്താദാണ് ഇവിടെ ഇരിക്കുന്നത്. ഉസ്താദിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹബൻ. ഇൻഷാ അല്ലാഹ്. സന്തോഷം. നമ്മളെ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഉസ്താദിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷാഫി ഉസ്താദിനെ പറ്റി ഒന്ന് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്താം. ഇത് നമ്മളെ ഉസ്മാൻ റാസ സൈദി കൊട്ടപ്പുറം നമ്മുടെ ഉസ്താദും കൂടിയാണ്. സൈദിയിൽ 1ാം റാങ്കോട് കൂടി പാസ്സായി. ഇവിടുത്തെ അധ്യാപകൻ, ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. സ്ഥാപനത്തെ പറ്റി ചുരുക്കി ഒന്ന് സംസാരിക്കും. നമ്മളെ സാരിയുമായി ബന്ധപ്പെട്ട സമുച്ചയങ്ങളെ പറ്റി ഒന്ന് ചെറിയൊരു വിവരണം നമ്മളെ ആൾക്കാർക്ക് ഒന്ന് എത്തിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഈ മഹത്തായ സ്ഥാപനം ജാമിഅ സഅദിയ്യ
ഇന്നാർക്കും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഇല്ലാത്ത രൂപത്തിൽ തന്നെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ബഹുദൂരം മുന്നോട്ട് ഗമിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ട ബഹുമാനപ്പെട്ട കല്ലട്രയുടെ സ്മാരക ഗേറ്റ് മുതൽ അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയുടെ പ്രൗഢമായ ഗോൾഡൻ ജൂബിലി ഗേറ്റ്, അതിലൊക്കെ ഒരുപാട് ത്യാഗത്തിന്റെയും പ്രയാസങ്ങൾ നേരിട്ട ഇന്നലകളുടെ കഥ പറഞ്ഞ് ഇന്ന് അൽഹംദുലില്ലാ 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിക്കുന്ന KG തലം മുതൽ PG വരെയും അതിനപ്പുറവുമൊക്കെ പഠിക്കാനുള്ള വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകളാൽ സമ്പന്നമായ എല്ലാം ഒരു കുടക്കീയിൽ തന്നെ എന്ന ഏറ്റവും വ്യത്യസ്തമായ ഒരു വലിയ സ്ഥാപന സമുച്ചയമായി ഇന്ന് സഅദിയ്യ പടർന്നു പന്തലിച്ചു. കഴിഞ്ഞ മാസമാണ് ഇതിന്റെ 52ാമത് സനദദാന സമ്മേളനം നടന്നത്. ഒരുപാട് കേരളത്തിനകത്തും പുറത്തുമുള്ള സമസ്തയുടെ സമുന്നതരായ നേതാക്കളൊക്കെ പങ്കെടുത്ത സ്ഥാപനം. ഞാൻ ആ സ്ഥാപനത്തിൽപ്പെട്ട ശ്രദ്ധേയമായൊരു സ്ഥാപനമാണ് മലയാളം, കന്നഡ, ഇംഗ്ലീഷ് കേരള സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അതിലെ പ്രിൻസിപ്പൽ സ്ഥാനമാണ് ഈ വിനീതൻ വഹിക്കുന്നത്. അതോടുകൂടെ തന്നെ സമീപത്തുള്ള യതീംഖാനയിലുള്ള വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ അഗതി മന്ദിരം, ഹിഫ്ദുൽ ഖുർആൻ, ബോർഡിംഗ് മദ്രസ, ജൂനിയർ ശരീഅത്ത് കോളേജ് അടക്കമുള്ള ഒരുപാട് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വളരെ പ്രസ്തുതികമായ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ, അതുപോലെ തന്നെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുട്ടികൾ, ഇവരൊക്കെ ദത്തെടുത്ത് അവർക്കുള്ള അറിവും അവബോധവും വിദ്യയും അതുപോലെ തന്നെ കുടുംബത്തിന്റെ സ്വഭാവ മഹിമയും എല്ലാം അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ ഉദാത്തമായ മാതൃകയാണ് ഉമ്മുൽ മഹായിദ് എന്ന പേരിൽ തന്നെ ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും മാതാവ് എന്ന ശീർഷകത്തിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. ആയിരുന്നാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നതിലും സംസാരിച്ചതിലുമൊക്കെ ഞാൻ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ സ്ഥാപനത്തെ കുറിച്ച് ഇനിയും നിങ്ങളുടെ വീഡിയോകളും മറ്റുമൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിച്ച്. മൊത്തത്തിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഏകദേശം ശരീഅത്ത് കോളേജിൽ മാത്രം ഇപ്പോൾ തന്നെ പഠിക്കുന്ന കുട്ടികൾ 600-ലേറെ കുട്ടികളുണ്ട്. ശരീഅത്തിൽ 300-ലേറെ കുട്ടികളുണ്ട്. ദഅവയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭൗതിക തലത്തിൽ ഏതുവരെ പഠിക്കാൻ പറ്റും? നിലവിൽ 10ാം ക്ലാസ് കഴിഞ്ഞ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഇവിടെ കൊമേഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ UGയും PGയും നേടി അവരുടെ അഭിരുചിക്കനുസരിച്ച് കൊണ്ട് ഏതറ്റം വരെ പോകാനുള്ള സംവിധാന സപ്പോർട്ടും പിന്തുണകളും ഈ സ്ഥാപനത്തിൽ ഉസ്താദുമാര് കാഴ്ചവെക്കുന്നുണ്ട്. അത് തന്നെയാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഈ സ്ഥാപനത്തെ വ്യതിരിക്തമാക്കുന്നത്. അഗതി മന്ദിരത്തിൽ സമൂഹത്തിന്റെ വളരെ അധസ്ഥികമായ മക്കള്, ഉമ്മയുണ്ട് എന്നാൽ ഉമ്മയില്ല, ഉപ്പയുണ്ട് പേരിന് മാത്രം. അവര് പാർശ്വവൽക്കരിക്കപ്പെടുന്ന മക്കളെ, ഇത്തരത്തിലുള്ള നൂറുകണക്കിന് മക്കൾ ഇന്ന് സഅദിയ്യയുടെ തണലിൽ അവര് സന്തോഷം പങ്കിട്ട് വിദ്യാഭ്യസിക്കുന്നുണ്ട്. അവര് 100-ലധികം കുട്ടികളെ അവർക്ക് വസ്ത്രവും ഭക്ഷണവും ഒക്കെ സൗജന്യമാണ്. അതെ, അവർക്കൂടെ എല്ലാം സ്ഥാപനം അവർക്ക് നൽകുന്നുണ്ട്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫീസുകളൊന്നും അവരിൽ നിന്ന് വാങ്ങുന്നില്ല. പിന്നെ ബോർഡിംഗ് അതിൽ നിന്ന് വ്യത്യസ്തമാണല്ലേ? ഇപ്പോ ഇന്നലെ മിനിയാന്ന് നിങ്ങൾ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നൊരു വാർത്തയാണ്. ഇഷ്താഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ചെറിയ കുഞ്ഞായി നിൽക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിലേക്ക് വന്നതാണ്. ഉപ്പ പെട്ടെന്നുള്ള ആകസ്മികമായ മരണം സംഭവിച്ചപ്പോൾ കുഞ്ഞ് സ്ഥാപനം ഏറ്റെടുത്തു. താഴെ തൊട്ട് മുതൽക്ക് LP തലം മുതൽക്ക് തന്നെ പഠിച്ച് അൽഹംദുലില്ലാ നല്ല 1ാം റാങ്കോടുകൂടി ഡിഗ്രി പാസ്സായതും 1ാം റാങ്ക് ലഭിച്ചതും അത് തന്നെയും യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യത്തേതാവുന്നതും ഒക്കെ അറബി സാഹിത്യത്തിൽ നേടിയത് അത് നമ്മുടെ യതീംഖാനയിലെ വിദ്യാർത്ഥിയാണ്. പറഞ്ഞിട്ടുണ്ടോ കുട്ടി? എവിടെ? സൗദിയിലെവിടെ? ഏറ്റവും വലിയ മഹത്വം എന്നത് ബഹുമാനപ്പെട്ട കുമ്പോൾ സാദാത്യങ്ങളുടെ ഏറ്റവും വലിയ സാന്നിധ്യമാണ്. അവരാണ് ഇതിന്റെ നേതൃത്വത്തിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട ഇബ്രാസുൽ ഉലമ അടക്കമുള്ള മഹാന്മാരായ മഹത്തുക്കളാണ് ശരീഅത്ത് കോളേജിലൊക്കെ തദ്രീസ് നടത്തിയത്. അവരുടെ ശിഷ്യഗണങ്ങളായ സഅദിയ്യ പണ്ഡിതന്മാർ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിനീതനും അതിൽപ്പെട്ട ഒരു സഅദിയാണ്. ധാരാളം സ്ഥാപനങ്ങളെ പറ്റി അറിയാനും പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. ഏതായാലും എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് വരണം. ഇതിന്റെ സന്തോഷങ്ങൾ നിങ്ങളും കൂടെ കാണണം. ഇന്നലകളെ വിയർപ്പൊഴുക്കി മറ്റുള്ള സ്ഥാപനത്തിന്റെ മുഴുവൻ ചിലവാകാൻ കാരണമായ ഈ സ്ഥാപനത്തെ നിങ്ങളൊക്കെ അടുത്തറിയുകയും ഈ സ്ഥാപനത്തിന്റെ നന്മയിൽ പങ്കാളികളാവുകയും ഇതിനാവശ്യമായ നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും നൂറുൽ ഉലമയെ സിയാറത്ത് ചെയ്യാനും ഒക്കെ സമയം കാണണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ശൈഖുന നൂറുൽ ഉലമയുടെ ചാരത്തെത്താൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നിങ്ങൾ വന്നതിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ഈ SR മീഡിയ എന്ന ഇതിന്റെ ആളുകൾക്കും ഇതിന്റെ പ്രചാരകർക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഒക്കെ എല്ലാവിധ സന്തോഷങ്ങളും. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനോടുകൂടെ ചെലവഴിക്കാൻ നിങ്ങൾ തെരഞ്ഞെടുത്തതിന് നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അല്ലാഹു തആല കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഉൾപ്പെടുത്തണം എല്ലാ മജ്‌ലിസുകളും.
പരിപാടി ഏകദേശം തുടങ്ങാനായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉസ്താദുമാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താജുൽ ഉലമ സൗദുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ രജിസ്റ്ററും പരിപാടിയും പിന്നെ നമ്മളപ്പോൾ ഉസ്താദുമാരൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അവിടെ പോയിട്ട് സ്ഥാപനത്തിനുള്ളൊന്നും കാണിക്കാം, പിന്നെ അവിടെ എന്താണ് സംഭവം എന്നുള്ളത് അതും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് താജുൽ ഉലമ സൗദ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഷെയ്ഖുൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. എന്താ രജിസ്റ്റർ ഉണ്ടോ? من والدي وولد رسولات دين رسولات فطرة رسولات سنة محبوبات حياة أشرف الخلق സ്വന്തം താൻ. അതാണ് ഞാൻ അവനെക്കൊള്ള അടപ്പാകുന്ന, ഞാൻ അവന്റെ ഏറ്റവും അടപ്പ് ഞാനാകാം. എന്നോട് മുസാഫിറുണ്ടാവരുത്, എന്നെ കാണാറുണ്ട് അപ്പുണ്ടാവരുത്, ഞാൻ ഏറ്റവും അടപ്പാകും. ആ അപ്പുണ്ടെന്ന് ഓടാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള മായാവിന്റെ കൽപ്പിന്റെ പ്രാണിയെ അവിടുത്തെ സാധ്യത, ഉള്ളത്തോടുള്ള ഗർഭ, അവിടുത്തെ പേര് പറയുമ്പോഴേക്ക് അക്ഷരങ്ങളെ കാണാനും അവിടുത്തെ സഹായത്തിലാക്കണം. ആശ തന്നെയാണ് പറയുന്നത്. സുന്ദരിച്ച പുരാണത്തിൽ അത് വിംബാരിജീയ വരതി എന്ന വാർത്തയുടെ ഉത്തരവോട് മനസ്സിലാക്കി. മുഹമ്മദ് കൂടി ആസുരമായി കൂടാം. ഉമ്മാനോട് വാപ്പാനോട് സന്താനങ്ങളോടായി കൊണ്ടെടുപ്പം തന്നെ പഠിക്കാമെന്ന് പോലിപ്പെടുന്നത്. ആ മുമ്പേക്കാണ് ഞാൻ അടപ്പാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, മുഷറഫുലത്തിന്റെ അപ്പകനായി കൊണ്ടെടുക്കുണ്ടാവുള്ള ഈ മാറ്റമാണ്. സർവ്വലോകത്തിന്റെ മുഖത്തുകൂടി വിശാലവും വിശ്വച്ഛാക്കി മൂമിനാണ്. വിശേഷാരീയമായിട്ട് ശക്തിയായി നിൽക്കുന്നു. ഇവരെക്കാണൊക്കെ മുഷറഫുലത്തെ അടപ്പാകാത്തോളം ഈ വായിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഇതിൻ്റെ അങ്ങനത്തെ അഷറഫുകൾ അള്ളാഹുവിന്റെ ഒക്കെ നിന്ന് ആഗ്രഹിച്ച കാര്യമാണ് ഷഹാദത്തിന്റെ മരണം. അപ്പൊ അത്രത്തോളം റസൂൽ ആഗ്രഹിച്ചു. ഷഹാദത്തിന്റെ മരിച്ചവരെ പറ്റി അമ്മാത്തിൽ എന്ന് പറയരുത്, അമ്മാ മരിച്ചത് വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഇവരാ വാക്കി പറഞ്ഞു, അത് അമ്മാത്തിയത് സ്ത്രീയുടെ വാത്തിലാണ്. അമ്മാത്തിയത് പരത്തിലും വാത്തിലാണ്. അവൻ അറിയുന്നതാണ്, അറിയാതെ തന്നെയാണ് എൻ്റെ ഇങ്ങനത്തെ ഷഹാദത്തിന് മുതലി കൊട്ടുമ്പോൾ അവരെ സംബന്ധിച്ച് അത്രത്തോളം ശക്തിയിൽ പറയുന്നു. ആ തസ്റഫുകൾക്ക് അത്രത്തോളം ആഗ്രഹിച്ച കാര്യമാണ്. അത്രയ്ക്ക് സ്വതലേക്കുണ്ടാവുന്ന രണ്ടാം സ്ഥാനമാണ് എഴുതുന്നത്, മൂന്നാം സ്ഥാനമാണ് എഴുതുന്നത്. നമ്മുടെ ലക്ഷ്യം വിജയിക്കും. ഇന്നത്തെ സഹായമായ ആ ദർശനത്തിന് ആവശ്യമായ സാമ്പത്തികവും ശാരീരികമായ എല്ലാ സ്വഭാവവും ഇൽമിന്റെ ഷുഗലിലായി തക്കവയിലായി അദൃശ്യകാവലായി ദീർഘാരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യും. ഹൈറാത്തിനെ വർദ്ധിപ്പിച്ച് മറക്കാത്തൊക്കെ ധരിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലയും ദീനിയ ഹിമത്തിൽ പ്രത്യേകിച്ച് മുമ്പ് അത് വളർത്തത്തെ ഇരട്ടിപ്പിച്ചത് ബാബുവിന്റെ മുഖറബിയായ മാതൃക്കളായ മഹാന്മാരോടുകൂടെ സന്തോഷത്തിൽ ചെറിയതായി മരിക്കുന്ന മുത്തക്കീങ്ങളായ മുഖറബിമാരുടെ ബാബുവിന്റെ പരിശുദ്ധ രാത്രി കണ്ട് ആസ്വദിക്കാനുള്ള ആമീനെ റഹ്മത്തികയോടെ اللهم بين
അൽഹംദുലില്ലാഹ് ഒന്നിനായ ശൈഖുനാഥ് അല്ലാഹു സുബ്ഹാനഹു വ തആല 6 പതിറ്റാണ്ടുകളായി വിശ്രമമില്ലാത്ത നിലക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ അതിന്റെ ശരിയായ വിധത്തിൽ കേരളക്കരയിൽ നിന്നെല്ലാം സമീപ സംസ്ഥാനങ്ങളാണ് കർണാടകയിലും തമിഴ്നാട്ടിലും ലക്ഷദ്വീപിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ഭാഗ്യം നൽകി എന്നത് വലിയ സന്തോഷമാണ്. അവരെ നമ്മൾ ഏകദേശം സൗദിയുടെ ഒരുപാട് സ്ഥാപനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരെ വന്ന് നിൽക്കുന്നത് സൗദിയ ബോർഡിംഗ് മദ്രസയുടെ മുന്നിലാണ്. നമ്മളെ ഷാഫി നമ്മളൊപ്പം തന്നെ ഉണ്ട്. ഈ സൗദിയ ബോർഡിംഗ് മദ്രസയെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് അമീൻ ഉസ്താദ്. അപ്പോൾ ബോർഡിംഗ് മദ്രസയുടെ നിയന്ത്രണം വഹിക്കുന്ന നമ്മൾ ബഹുമാനപ്പെട്ട അമീൻ ഉസ്താദ് സൗദിയാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒപ്പം ഒന്നിച്ചുണ്ടായിരുന്ന നമ്മളെ ജൂനിയറും കൂടിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദാണ് ഇവിടെ ഇപ്പോൾ നിലവിലെ സ്ഥാപനത്തിൻ്റെ നേതൃത്വം കാര്യങ്ങളൊക്കെ നടത്തുന്നുള്ളത്. അപ്പോൾ ഈ സ്ഥാപനം ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു പുറത്തുള്ള ഒറ്റ കാഴ്ചയാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ബോർഡിംഗ് മദ്രസയാണ് കേട്ടോ. ഇതിലൊരുപാട് കുട്ടികൾ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാപനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ പുറത്ത് കൊടുത്ത നമ്പറുണ്ട്. ഈ നമ്പറുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുട്ടികളെ ചേർത്താനും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സാറിൻ്റെ ജസ്റ്റ് നമുക്ക് ചോദിക്കാം, ബോർഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് സാർ? വളരെ റാഹത്താണോ? ബോർഡിംഗ് അൽഹംദുലില്ലാഹ് കേരളത്തിൽ MA ഉസ്താദ് തുടങ്ങി വെച്ച മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ബോർഡിംഗ്. ഇന്ത്യയിൽ നിന്ന് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓൾറെഡി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളുണ്ടല്ലേ? അതെ, നമ്മളെ കാശ്മീരിൽ നിന്ന് അടക്കം കുട്ടികളുണ്ട് എന്നറിയാൻ സാധിച്ചു. മുംബൈ അവിടെ നല്ല കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലേ? അത്യാവശ്യം അവർക്ക് നല്ല ഭക്ഷണവും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉഷാറാണെന്ന് അറിയാൻ സാധിച്ചു അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ മക്കളെ ചേർത്താണെങ്കിൽ ഉസ്താദുമായിട്ട് ബന്ധപ്പെടുക. സ്ഥാപനത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ബോർഡിലുണ്ട്, അത് നോക്കുക. സാധാരണയിൽ വീട്ടിൽ കഴിയുന്നതിനേക്കാളും ഉഷാറായിട്ട് കുട്ടിയെ കൊടുന്ന് പഠിക്കാൻ പറ്റുമല്ലോ സാർ? ഇതാണ് നമ്മുടെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അല്ലേ? ഇതിപ്പോൾ എന്താണ് ഫ്രീ ടൈം ആയതുകൊണ്ടാണോ കളിക്കാൻ വിട്ടത്? തീർച്ചയായും അസറിന്റെ ശേഷം അവരെ നിർബന്ധമായിട്ടും കളിപ്പിക്കണമെന്നാണ് നമ്മളെ ഒരു തീർച്ചയായിട്ടും അത് നല്ല മതബോധികമാണ് ഇവിടെ കൊടുക്കുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ ന്യൂജൻ കുട്ടികൾക്കൊക്കെ വേണ്ടത്, അത് തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ള ഏത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഉസ്താദ് പഠിക്കുന്നത്? ഇവിടെ CBSE പഠിക്കുന്നതുണ്ട്, സ്റ്റേറ്റ് സ്കൂളിൽ മലയാളം, കന്നഡ, ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അങ്ങനല്ലേ? എല്ലാവരും ഉഷാറാണല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിലുള്ള ബോർഡിംഗ് മദ്രസയുടെ ഒരു പുറംഭാഗയും അവിടുത്തെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു കാഴ്ചയും കൂടിയാണ് കാണിച്ചത്. ഇൻഷാ അല്ലാഹ് സൗദിയുടെ വേറെയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇത് സൗദിയുടെ പിന്നെ ബസ്സുകളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അല്പത്തിലധികം ബസ്സുകളുണ്ട്. ഇവിടെ നിന്ന് നേരെ എടുക്കാൻ പോകുള്ളത് പ്രിയമുള്ളവർ, ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നത് സൗദിയുടെ ഇഫ്ലുൽ ഖുർആൻ കോളേജാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പരിസരത്തായിട്ടാണ് വന്ന് നിൽക്കുന്നുള്ളത്. ഇതിൽ ഒരുപാട് ആഫിലിങ്ങളൊക്കെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് സ്ഥാപനത്തിൻ്റെ ഒരു ഒറ്റ നോട്ടം പുറത്തു നിന്ന് കാണിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പിടിക്കുന്നുള്ളത് കേട്ടോ. ഈ ഒരു സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ സാദി ഉസ്താദും ബഹുമാനപ്പെട്ട ഒരു സഖാഫി ഉസ്താദും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ? 80ഓളം മക്കൾ പഠിക്കുന്നുണ്ടല്ലേ? എത്ര വയസ്സ് മുതലാണ് ഇവിടെ സൈഫിന് എടുക്കുന്ന കുട്ടികളെ? എടുക്കുന്നുണ്ടല്ലേ? സ്കൂളും പ്ലസ് സൈഫിന് രണ്ടും കൂടിയാണോ? ആണല്ലേ? രണ്ടും കൂടി കൊടുക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ രണ്ട് ഇഫുലും സ്കൂളും ഒന്നിച്ച് എടുക്കുകയാണെങ്കിൽ അവർക്ക് എത്ര വർഷം വേണ്ടി വരും? ഏകദേശം ഒരു 3 വർഷത്തിനുള്ളിൽ ഇഫിൽ തീർക്കാനാണ്. പിന്നെ SLC ആകുമ്പോൾ SLCയോടൊപ്പം തീർക്കുന്ന കഴിവല്ലേ? അപ്പോൾ ചുരുങ്ങിയ രീതിയിലുള്ളൊരു വിവരമാണ് ഇപ്പം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ സൗദിയുടെ വേറെയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. അതെന്താണ് ആ സ്ഥാപനം? എന്താണ്? തിരുവനന്തപുരം. മാഷാ അല്ലാഹ്. ഇവിടെ ഒരുപാട് മക്കൾ പഠിച്ച് വളർന്ന് വലുതായൊരു സ്ഥാപനം കൂടിയാണ് കേട്ടോ. ആ കാണുന്ന ഓഡിറ്റ് ബിൽഡിംഗ് എന്താണ്? ആദ്യകാല ബിൽഡിംഗ് അല്ലേ ഇത്? ആ കാണുന്ന മുഴുവനും ബാത്റൂമും കക്കൂസും സംവിധാനങ്ങളാണ് കേട്ടോ. ഇതാണ് സൗദിയ ഗാർഡൻ. ഇത് ക്യാൻറ്റീൻ ആണ് കേട്ടോ. ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെയാണ് സെപ്പറേറ്റ് ആയിട്ട്. ഇത് ഖുതുബ്ഖാനയാണ് ഇവിടുത്തെ സൗദിയുടെ. ഇതല്ലേ ഖുതുബ്ഖാനല്ലേ? ഇത് ദഅവ കോളേജാണ്. ഇതിലൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ആരും ഇല്ലാന്ന് തോന്നുന്നല്ലേ? അതെ. ഇവിടെ പരിപാടി നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരുവിധം പരിപാടി നടക്കുന്ന സ്ഥലത്താണ്. അതെ.
വലിയ സ്ഥാപനമാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ ഇവിടെ പഠിക്കാനും വളരാനൊക്കെ പറ്റിയ സംവിധാനമാണ്. അൽഹംദുലില്ലാ. അത് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണിച്ചാൽ പോരാ, ഇതൊക്കെ സൗദിയുടെ വലിയ സമുച്ചയങ്ങളാണ്. മാഷാ അല്ലാഹ്. പിന്നെ അടുത്ത് കൊടുക്കാൻ പോകണം. കോളേജ് ഇതാണല്ലേ അഗ്നിമന്ദിരം? ഇതിന്റെ തേർഡും ഫോർത്തും ആണ് ജൂനിയർ ശരിയത്ത് വരുന്നത്. ഇതിലല്ലേ ഈ കാണുന്ന ബിൽഡിങ്ങില് സൗദിയ ഗാർഡൻ കിട്ടുന്നല്ലോ. ഗാർഡൻ അങ്ങനെട്ടല്ലേ സ്ക്വയർ ഫുള്ള് അങ്ങനത്തെ പേരാണ് വരുന്നത്. ഇതെന്താണ്? ജൂനിയർ ശരിയത്ത് ചെറിയ കുട്ടികൾക്ക് കിതാബും സ്കൂളും ഒരുമിച്ചിട്ടുള്ളത് ചെയ്യാറുള്ളതാണല്ലേ നമ്മളെ ശരിയത്ത് കോളേജ്. നമ്മൾ നേരത്തെ വന്ന ആ ഒരു താജുൽ ഉലമ സൗദത്തിലേക്ക് എത്തിയട്ടോ. ഇതാണ് ഇവിടുത്തെ സഅദികൾ ഇറങ്ങുന്ന ശരീഅത്ത് കോളേജ് അല്ലേ. മാഷാ അല്ലാഹ്. ഒരുപാട് ആയിരക്കണക്കിന് സഅദികൾ വന്നിറങ്ങുന്ന ഒരു കോളേജും കൂടിയാണ്. ശരീഅത്ത് കോളേജിന് മുമ്പിലാണ് കേട്ടോ. ഒരുപാട് സഅദികളൊക്കെ പഠിച്ചിറങ്ങുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അതാണ് ഈ സ്ഥാപനം. ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ ഖുറ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ സയ്യിദ് KSR തങ്ങൾ കുമ്പോൾ പ്രസിഡൻ്റാണ്. അങ്ങനെ ഓരോ ഉസ്താദ്മാരുടെ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നുള്ളത്. നാട്ടിൽ മുഴുവൻ ശരീഅത്ത് കോളേജുകളാണ്. ഇത് മുഴുവനും വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം എൻ്റെ കൽവിൽ തോന്നിപ്പോയെങ്കില ഞാൻ കാറിൽ കയറുമ്പോൾ ഫോട്ടോ എടുക്കാൻ മാത്രം അറിയാതുള്ള ഒരു മാന്യനാണ് ഞാൻ എന്ന് തോന്നിയ അഹംഭാവവും അഹങ്കാരവും ആയിപ്പോയല്ലേ. നമ്മളെ ആൾക്കാരൊക്കെ തങ്ങളൊന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. ഞാൻ കയറുമ്പോൾ ഒരു ഫോട്ടോ എടുക്കൽ കൊണ്ട് ദീനിന് അല്ലെങ്കിൽ നിങ്ങളെ ചാനലിൽ ഒരു ഹൈറുണ്ടെങ്കിൽ എടുത്തോ, ജനങ്ങൾക്ക് ഒരു റാഹത്തായിരിക്കും തങ്ങളെ എടുത്തോളൂ. എനിക്ക് ഞാനിൽ ഇതുണ്ടെങ്കിൽ വേണ്ട വേണ തങ്ങളുടെ മുഖം ഒന്ന് കാണാൻ. അല്ല അപ്പോഴേക്ക് കൊറോണ വരില്ല. അല്ല ഇതുണ്ടെങ്കിൽ പകരല്ലാതെ കണ്ട പോലല്ല ഈ പേര് തന്നെ. പ്രിയമുള്ളവരെ, 2013 ബാച്ചിൽ ഫാദിലയിൽ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഉസ്താദാണ് ഇവിടെ നമുക്ക് രണ്ടാമത്തെ ദിവസമായിട്ടുണ്ടായത്. ആ ഉസ്താദ് അന്നും ഇന്നും അതേ ഒരു യുവത്വം നിലനിർത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ഇനിയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള ആൾക്കാർക്ക് ഉസ്താദിനൊരു ആശംസ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളായി കബൂലാക്കട്ടെ. ഒരുപാട് വർഷത്തിന്റെ ശേഷമാണ് നമ്മൾ കോളേജിൽ നമ്മൾ ഒന്നിച്ചിട്ടായിരുന്നു. നമ്മൾ പൈലിപ്പുറം ഉസ്താദ് അവിടുത്തെ മെഡിക്കൽ സെക്ഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ കോളേജിലത്തെ ഒരു ഡോക്ടറും കൂടിയായിരുന്നു. മാഷാ അല്ലാഹ്. പൈലിപ്പുറം ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മൾ കൊടകിലുള്ള കേട്ടോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ. മാഷാ അല്ലാഹ്. ഉസ്താദ് നമ്പർ പറഞ്ഞോളെ, ആരെങ്കിലൊക്കെ വിളിക്കാൻ താല്പര്യമുണ്ട് ഉസ്താദ് വിവരങ്ങളൊക്കെ അറിഞ്ഞ് അന്വേഷിച്ച് വിളിക്കാം. 486. ഇൻഷാ അല്ലാഹ് ഉസ്താദുമായിട്ട് ബന്ധപ്പെടുക. എന്ത് വലിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നല്ലേ. നമ്മളെ ബഹുമാനപ്പെട്ട മൂസ സഖാഫി അൽ കാമിലിയും കൂടിയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ നമ്മളെ അയൽവാസിയാണ്. കൊടകത്തെ ഒരുപാട് എല്ലാ വിഷയത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ്. ഉസ്താദിന്റെ സേവനം മുഴുവനും കാസർഗോഡ് ഭാഗത്താണ്. എപ്പോഴെങ്കിലും കൊടകിൽ വരുമ്പോൾ കാണുന്നു, സംസാരിക്കുന്നു എന്ന് മാത്രം. ഉസ്താദും ഇവിടെ കോട്ടൂർ ഉസ്താദിന്റെ ശിഷ്യ സംഗമത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഉസ്താദ് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പരിപാടി വളരെ ഉഷാറായിരുന്നു. സമ്മേളനം അടുത്താണ്, വിജയിപ്പിക്കണം എന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഓരോരുത്തരും ചെയ്യണം. അല്ലാഹു ആ സമ്മേളനം വിജയത്തിലേക്ക് എത്തിച്ചേരുമാറാകട്ടെ. അപ്പോൾ സഅദിയ കോളേജിന്റെ ഒറ്റ നോട്ടാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത് കേട്ടോ. يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي. ഇനി നമുക്ക് എവിടെ പോകാനുള്ള ഷാഫി? എത്തിങ്ങാനൊന്നും ചെയ്യണ്ട.
ഇതാണല്ലേ. ഒരുപാട് യത്തീമക്കൾ പഠിച്ച് വളർന്ന ഒരു സ്ഥാപനം കൂടിയാണ് കേട്ടോ, മഹബ്ബ വില്ല അല്ലെ. പേരെന്നെ അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ പരിപാടി നടന്ന ഒരു വേദിയാണ് ആ കാണുന്നത് കേട്ടോ. ഇത് യത്തീംഖാനയുടെ പുറംഭാഗമാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മാനേജർ ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാം. മഹബ്ബ വില്ല എന്നാണ് കേട്ടോ ഇതിന്റെ പേര് തന്നെ. പ്രിയമുള്ളവർ, നമ്മൾ യത്തീംഖാനയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ ഓഫീസാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ സാദി ഉസ്താദ് ഉണ്ട്. ഉസ്താദിനായിട്ട് നമുക്ക് യത്തീംഖാനയുടെ ചെറിയൊരു വിശദ വിവരണം അന്വേഷിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് യത്തീംഖാനയുടെ ഓഫീസാണ് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. യത്തീംഖാന ഇവിടെ ഒരുപാട് വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ എത്ര കുട്ടികളോട് പഠിക്കുന്നുണ്ടോ? ഏകദേശം 85 ആളുണ്ട് ബോയ്സിൽ. 85 ബോയ്സും വേണ്ട ഗേൾസ് ഉണ്ടല്ലേ? ഗേൾസിൽ 60 ആളുണ്ടല്ലേ. ഈ കുട്ടികൾക്ക് മത ഭൗതിക രണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടല്ലേ? പിന്നെ ഇതിൽ ഇംഗ്ലീഷ് മീഡിയമും കന്നഡ മീഡിയം അങ്ങനെ ഓരോന്നുണ്ടോ? ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഫീസിന്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടോ? ഫീസ് നമ്മൾ ഇവിടുന്ന് കൊടുക്കും അല്ലേ, താല്പര്യമുള്ളവർക്ക്. പിന്നെ ഇതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ അതെല്ലാം പിന്നെ കൊല്ലത്തിൽ പിന്നെ ഇടയ്ക്ക് വന്നാലും ചേർക്കാം, എപ്പോൾ വന്നാലും ചേർക്കാം. യത്തീംഖാനയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മദ്രസ എത്ര ക്ലാസ് വരെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും? ഏകദേശം മദ്രസ 10 പ്ലസ് ടു വരെ പഠിക്കാൻ പറ്റും അല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ ഡിഗ്രി ഒക്കെ കൊടുക്കുന്നുണ്ട്. ദർസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ദേവാ കോളേജൊക്കെ അങ്ങനെ എടുക്കാം അല്ലേ? ഇവിടെ ഇല്ലാത്ത കോഴ്സുകളാണെങ്കിൽ പുറത്ത് പോയി പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ ഒന്നിൻ്റെ ചെറിയ വിഷയങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ മൊത്തത്തിൽ യത്തീംഖാനയുടെയും അതുപോലെ മറ്റുള്ള സയ്യിദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനത്തിൻ്റെ ചെറിയൊരു വിഷ്വൽസ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ഉസ്താദുകളെയും കണ്ടു. ഉസ്താദ് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ യത്തീം കുട്ടികളെ നമ്മൾ ആ സയ്യിദിയിലേക്ക് ചേർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അതെ, താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും തരാം. പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ആണല്ലേ. പെൺകുട്ടികൾക്ക് അതിൻ്റെതായ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സാധാരണ മറ്റൊരു യത്തീംഖാന പോലെ 10 കഴിഞ്ഞ് വിടുന്ന സ്വഭാവമല്ല. ജോലിയിൽ കയറുന്നവരെ ഉള്ള അവർക്ക് ആവശ്യമായ കോഴ്സുകളൊക്കെ കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആണല്ലേ, തീർച്ചയായും. അപ്പൊ അവർ ആഗ്രഹിക്കുന്ന ഏത് കോഴ്സുകളും എടുത്തു കൊടുക്കും അല്ലേ? മാഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ അത്രയും വലിയ ഒരു പദ്ധതികളാണ് സാദിയ ഏറ്റെടുത്ത് നടത്തുന്നത് എന്നും കൂടിയാണ് കുട്ടികൾക്കാണെങ്കിൽ ഡിഗ്രി, പിന്നെ അറബിക്ക് മെയിൻ ഉണ്ട്, പിന്നെ സയൻസ് കോളേജ് വേറെ ഉണ്ട്. അതിൽ BCom, BA, അതുപോലെ ബയോടെക്നോളജി, പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, BCA എല്ലാ കോഴ്സുകളൊക്കെ ഉണ്ട്. താല്പര്യത്തിനനുസരിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കും അല്ലേ? അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന് ഡൊനേറ്റർമാരായിട്ട് ആരെങ്കിലൊക്കെ നിലവിലുണ്ടോ? അല്ലെ ഇനി അങ്ങനെ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുന്നതുകൊണ്ട് വിരോധമൊന്നും ഇല്ല. ഉസ്താദിനെ ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലേ? അങ്ങനെ ഒരു കുട്ടീനെ ദത്തെടുക്കുന്ന വിഷയം ഉണ്ടല്ലോ. ദത്തെടുക്കുക പറഞ്ഞാൽ ഒരു വർഷത്തിന് അങ്ങനെ എടുക്കുകയാണ്. ഒരു കുട്ടിക്ക് എത്ര രൂപ ഒരാൾ കാണേണ്ടി വരും? 36,000. ആ കുട്ടിയുടെ ഭക്ഷണം, വസ്ത്രം, താമസം, പിന്നെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 50 റുപ്യൊക്കെ വരും. ഒരു കുട്ടിക്ക് തന്നെ ഒരു മാസം 5,000 റുപ്യോളം വരുന്നുണ്ട്. ഒരു 36 ഇപ്പോൾ വാങ്ങുന്നത്. ഒരു ദിവസത്തിന് 100 റുപ്യാന്ന് വെച്ചിട്ട് അങ്ങനെ. ഇനി പിന്നെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത ചെറിയ കുട്ടികളുണ്ടാവല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഹോം കെയർ പദ്ധതിയിലൂടെ എടുക്കുന്ന സംവിധാനം സാധ്യതയുണ്ടോ? അത് 10 വയസ്സ് വരെ നമ്മള് ഹോം കെയർ ആയിട്ട് കുട്ടികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിലവിൽ അങ്ങനെ ഇപ്പൊ നിലവിലുണ്ടോ? കേരളത്തിൽ മാത്രമാണോ അല്ല കേരളത്തിന് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല പദ്ധതികളാണ് ഈ ഒരു യതീംഖാനയുടെ കീഴിൽ നടക്കുന്നത്. അവസ്ഥ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലുള്ള ആൾക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം. പിന്നെ ഇവിടെ നടക്കുന്ന യതീം കുട്ടികളെ വെച്ച് നടക്കുന്ന സദസ്സുകളിലൊക്കെയും നമ്മൾ ആൾക്കാർക്ക് വേണ്ടിയും ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് കൂടി നിങ്ങളോട് വസിയത്ത് ചെയ്യാം. നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കട്ടെ. ആമീൻ. സന്തോഷം റാഹത്തൊന്നും പ്രദാനം ചെയ്യട്ടെ. കുട്ടികളെ കൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. വലിയ വിശദമായ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള അല്ല ഒറ്റ നോട്ടത്തിലുള്ള വീഡിയോ മാത്രമല്ല ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എവിടെ പോകണം? അടുത്ത ഇംഗ്ലീഷ് മീഡിയത്തേക്ക് പോകുന്നില്ല. CBSE സ്റ്റേറ്റ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? സമയം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ആണല്ലേ. ഇതാണ് സൗദിയുടെ മെയിൻ ഗേറ്റ് അല്ലേ? അതിൻ്റെ പേരുണ്ടോ ഗേറ്റിന്? ഇതാണ് നമ്മളെ സൗദിയുടെ മെയിൻ ഗേറ്റ് കേട്ടോ. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇതിലൂടെയാണ് നമ്മൾ നേരത്തെ വണ്ടി നേരെ കൊണ്ടുവന്നത്. സൗദിയുടെ പുറം ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ പോകുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ. അതുപോലെ കിഡ്സ് സ്കൂളൊക്കെ കാണുന്നുണ്ട് അവിടെ അല്ലേ?
കുറച്ച് താഴെ വരും. പിന്നെ ഈ റോഡും സംവിധാനമൊക്കെ അവിടേക്കുള്ള തന്നെയാണോ? ഇതാണ് മാഷാ അല്ലാഹ്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്കൂളാണ്, സ്ഥാപനമാണ് അല്ലേ? ഇത് ഒന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എത്രത്തോളം ബസ്സുണ്ട്? 50ഓളം വരുന്ന ബസ്സുണ്ടാവും. അതുകൊണ്ടോ ഇത് പറയാൻ മാത്രം ഉണ്ട് കേട്ടോ. ഇതിവിടെ കുട്ടികളൊക്കെ ലീവ് ആയതുകൊണ്ട് ഇപ്പം ഇല്ല. വൈകുന്നേരമായി കുട്ടികൾ പോയല്ലേ? അതാണ് സംഭവം. ഈ കാണുന്നത് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. മാഷാ അല്ലാഹ്. ഇത് ബോയ്സ് സെക്ഷൻ മാത്രമാണ്. ഇനി ഗേൾസ് സെക്ഷൻ വരുന്നത് താഴെയാണ്. അപ്പൊ ഇതിൽ ആൺകുട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെയും പെൺകുട്ടികൾക്കുള്ള താഴെയാണ് സ്കൂള് പ്രവർത്തിക്കുന്നത് കേട്ടോ. രണ്ടും വേറെയാണ്. അതാണ് ഇസ്ലാമികപരമായിട്ടുള്ള ചുറ്റുപാടാകുമ്പോൾ ആ ഒരു കണ്ടീഷനിലായിരിക്കും. താഴെയാണ് കുട്ടികളെ ഗ്രൗണ്ട് വരുന്നത്. അപ്പൊ ഈ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കൂല? ഇല്ല, സ്കൂൾ ഗ്രൗണ്ടാണ്. സ്കൂൾ ഗ്രൗണ്ട് അല്ലേ? ഇത് ഇവിടുത്തെ പെൺകുട്ടികളുടെ സ്ഥാപനം അല്ലേ? മാഷാ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ ഇവിടെ വന്ന് കാണണം കേട്ടോ. നമ്മളെ ഇസ്ലാമികപരമായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ്. ഇപ്പോൾ സമയം ഏകദേശം എത്ര അറിയോ? 5:30 മണിയായി. അതാണ് കുട്ടികളൊക്കെ വീട്ടിലേക്കൊക്കെ പോയിപ്പോൾ ഒഴിഞ്ഞേക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്ന് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ മുഴുവൻ കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് ഇവിടെ പറയാണ്. നമുക്ക് സാധ്യതയുടെ ഒരു ഒറ്റനോട്ടം കാണിക്കാന്നുള്ള ഉദ്ദേശമുള്ളൂ അല്ലേ സാപ്പേ? അത്രയാണ്. ഇന്ന് തീരില്ല. അത്രയും സ്ഥാപനങ്ങളും അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. എത്രമാത്രം ബിൽഡിങ്ങുകളാണ്! 3 നിലയിലായിട്ടാണുള്ളത് കേട്ടോ. കണ്ടമാനം ക്ലാസ് റൂമുകളുണ്ട്. സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ പരിചയമില്ലാതെ വന്നാലും ആരും കയറ്റി വിടുക. ഇവിടെ വെറും പൈസ കെട്ടി പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് കേട്ടോ. ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട CBSE സിലബസിന്റെ വലിയൊരു സ്കൂളാണ് അല്ലേ? ഇതിപ്പോൾ നമ്മൾ ബാക്കിലൂടെയാണല്ലോ പോകുന്നത്. ഇതും കേട്ടോ ചുറ്റുഭാഗം കാണിച്ചാൽ പുറം ഭാഗമാണ്. ഒറ്റ നോട്ടത്തിലൂടെ കണ്ടുവരും. വെള്ളംകുടി ഉസ്താദിന്റെ വീട് അല്ലേ? ഇതൊക്കെ സ്ഥാപനത്തിന്റെ പുറം ഭാഗമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നൂർ വാലി വരുന്നുള്ളത്. ഇവിടെ നൂർ വാലിയിൽ എന്താ? ചെറിയ കുട്ടികൾക്കുള്ള പ്രീ പ്രൈമറി. ഇത് കണ്ടോ? ഇത് ഗേൾസ് ഓർഫനേജ്, പിന്നെ അതുപോലെ കോളേജ്, നഴ്സറി സ്കൂൾ. ഇതാണ് നമ്മുടെ നഴ്സറി സ്കൂൾ. ഈ കാണുന്നത് അല്ലേ? LKG UKG മാത്രമാണ് ഇവിടെ വരുന്നത്. ഇതിലല്ലേ? വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇതിലോ താഴെ കാണുന്നത് ITI. ഇത് നമ്മളെ പുതിയ ബിൽഡിംഗ് ആണ് കെട്ടുന്നുള്ള, നൂർ വാലിക്ക് വേണ്ടി കെട്ടുന്നത്. ഈ നൂർ വാലി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ചെറിയ കുട്ടികൾ, പ്രീ പ്രൈമറിയുള്ള ചെറിയ കുട്ടികളില്ല, അതാണല്ലേ? ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോന്നിനും അതിൻ്റെതായ ക്യാൻറ്റീൻ സംവിധാനം, ഓഫീസുകൾ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡിംഗ് തന്നെ ഒരു പ്രത്യേക ടൈപ്പാണല്ലോ. ഈ ഒരു ബിൽഡിംഗ് തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരു 1.5 ഏക്കർ 2 ഏക്കറിൽ പരന്ന് കിടക്കുന്ന സ്ഥാപനമാണല്ലേ? നമ്മൾ നടന്ന് 58 ഏക്കറിലാണ് ടോട്ടലി സാരിയുടെ സമുച്ചയം കിടക്കുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ കുറേ ഉണ്ട്. ഇതൊക്കെ ഓരോന്ന് പുറത്തുനിന്ന് കാണിക്കുകയാണ് ഇപ്പം നമ്മളല്ലേ? കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നവരോട് പഠിപ്പിക്കുന്നത് ആ കോളേജിലല്ലേ? ഒരു കുട്ടിക്ക് എന്താണോ പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം സാധ്യത ചെയ്തു കൊടുക്കും അല്ലെ? പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പഠിച്ചാൽ മതി, ബാക്കി എന്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നത് വരെ ഇവിടുന്ന് വാർത്തെടുക്കുന്ന കാരണം. മാഷാ അല്ലാഹ്. ഇതെന്താണ്? ഇതാണ് നമ്മുടെ ലൈബ്രറിയുടെ ബാക്ക് സൈഡ്. ദേവ കോളേജിന്റെ പുറം ഭാഗം. അതാണ് നമ്മുടെ ലൈബ്രറി. ആ കണ്ടതല്ലേ? ഇനി നമുക്ക് വേറെയും കോളേജുകളുണ്ടല്ലേ സാഫിയ? പറയും. പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് +1 +2 ഡിഗ്രി ഒക്കെ പഠിപ്പിക്കുന്ന, ഗേൾസിന് മാത്രമായിട്ടുള്ളൊരു ക്യാമ്പസാണ് ഈ അടുത്ത് നമ്മൾ. ഇതിൽ വെറും പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ വേറെ പുരുഷന്മാർക്കൊന്നും എൻട്രൻസ് ഇല്ലല്ലേ? ഇവിടെ താമസിച്ച് പഠിക്കുന്ന പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഉണ്ടല്ലേ? ഫീസ് കെട്ടിട്ടും പഠിക്കാം, പിന്നെ വന്നു പോവുക, അങ്ങനെയുള്ള എല്ലാ സംവിധാനം ഈ ഒരു കോളേജിലുണ്ട് കേട്ടോ. ഇതൊരു ഭംഗിയാണ് ഈ സ്ഥാപനം കണ്ടോ. ഇത് വെറും പെൺകുട്ടികൾക്കായിട്ട് മാത്രമുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഇതാണ് ഈ സ്ഥാപനം അല്ലേ? അപ്പോൾ അവിടെ നമ്മളിവിടെ പറയാണ് ഇതാണ് സ്ഥാപനം. നമുക്ക് ഷാപ്പി ഉള്ളത് കൊണ്ട് ഒരുപാട് ഉപകാരമായി കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വേഗം കാണാൻ പറ്റും.
ഇത് ഈ ഒരു കല്ലട്ര ഹാജി എന്ന് പറയുന്ന കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി മെമ്മോറിയൽ ഗേറ്റ്, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗേറ്റും കൂടിയാണ് കേട്ടത്. ഇതാണ് മെയിൻ കവാടം. ഇതാണല്ലേ കല്ലട്ര അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ആരാ? അവരാണ് ഈ സൈദിന്റെ ആദ്യകാലത്ത് ദർശ തുടങ്ങിയ ആണല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ സൈദിയിലേക്ക് കയറി വരുമ്പോൾ കിട്ടുന്ന കവാടാണ് ഈ കാണുന്നത്. നോട്ടം കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോകും. നമ്മൾ ഇന്ന് രാവിലെ തുടങ്ങിയ യാത്രയാണ്. കാസർഗോഡിലുള്ള സൈദിയിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്, റിട്ടേൺ പോവാണ്. അപ്പോൾ പരിപാടിയൊക്കെ റാഹത്തായിരുന്നു. അപ്പോൾ നിങ്ങള് നമ്മളെ ഷാഫിക്ക് പറ്റിയിട്ട് നല്ലൊരു ആശംസ. ഷാഫി അൽഹംദുലില്ലാ, ഷാഫിനെ കൊണ്ട് നമ്മൾ ഇന്ന് ഉച്ചഭക്ഷണം നന്നായി കഴിച്ചു. അതിന് പകരം ദുനിയാവിൽ ആഖിറത്തൊക്കെ കൊടുക്കട്ടെ. സ്ഥാപനം അല്ലാഹു ഉയർച്ചയിൽ എത്തിക്കട്ടെ. അത് കാരണമായി നമുക്കൊക്കെ അല്ലാഹു വിജയം നൽകട്ടെ. മാത്രമല്ല സൗദിയുടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും മാനേജർമാരും ഓഫീസും ഒക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണിച്ച് എക്സ്പ്ലോർ ചെയ്ത് തന്നിട്ടുണ്ട് ഷാഫി കേട്ടോ. അല്ലാഹു തആല നാഫിയിൽ കൊടുക്കട്ടെ. ഇനിയും നല്ല ഉയരത്തിലുള്ള ജോലികൾ കൊടുത്താൽ കഴിക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് സൗദിയുടെ മറ്റുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഒരുപാട് ഉസ്താദൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ പിടിച്ചിട്ടില്ല. യാത്ര തിരിച്ചത് സാർ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? വളരെ സാധാത്യങ്ങളൊക്കെ കാണാൻ പറ്റിയ വലിയ സന്തോഷത്തിലാണ്. കാണാൻ കിട്ടിയല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് ഇവിടുന്ന് യാത്ര നാട്ടിലേക്ക് തിരിക്കുകയാണ് അല്ലേ? നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കാണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വെച്ചിട്ട് അവസാനിക്കുന്നതായിരിക്കും. യാത്രക്കിടയിൽ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട റഫീഖ് നിസാമി ഉസ്താദിന്റെ വകയായി നല്ല ഓറഞ്ച്, നാഗ്പൂർ ഓറഞ്ച്, നാഗ്പൂരിൽ തന്നെ ഹൈറും ബറക്കത്തും നൽകട്ടെ. ആമീൻ. നല്ല സ്വർഗത്തിൽ അല്ലാഹു തആല എല്ലാവർക്കും ഓറഞ്ച് തിരിച്ചു കഴിഞ്ഞാൽ വേഗം തിന്നിട്ട് വേണം റിപ്പോർട്ട് കിട്ടാൻ നിങ്ങൾക്ക്. ഇതിനേക്കാളും വ്യത്യസ്തമായ അടിപൊളി വ്ളോഗുകളും കാഴ്ചകളും വീഡിയോസുകളുമായി വീണ്ടും നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും തൽക്കാലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.